ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുന്നു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിനായി നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ചിലവഴിക്കുമ്പോൾ കർത്താവ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. ഗലീല കടൽക്കരയിൽ തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തെ ഉപദേശിക്കുവാൻ രാത്രിയിലെ അധ്വാനത്തിന് ശേഷം വല കഴുകിക്കൊണ്ടിരുന്ന ശിമോന്റെ പടക് കർത്താവ് ആവശ്യപ്പെട്ടു. ശാരീരിക ക്ഷീണം വകവയ്ക്കാതെ, ഉറങ്ങുവാനായി ഭവനത്തിലേക്ക് മടങ്ങുവാൻ കൂട്ടാക്കാതെ, കർത്താവ് ജനത്തെ ഉപദേശിച്ചു കഴിയുന്നതുവരെ പടകനെ നിശ്ചലമായി ശിമോൻ വെള്ളത്തിൽ നിർത്തി. ജനക്കൂട്ടത്തോട് സംസാരിച്ചു തീർന്ന ശേഷമാണ് തനിക്ക് പടക് നൽകി ഉറക്കം ത്യജിച്ച് അതിനെ വെള്ളത്തിൽ ഓളങ്ങളുടെ മീതെ ബന്ധപ്പെട്ട് നിർത്തിയ ശിമോനോട് ആഴത്തിലേക്ക് പടക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടത്. ആ കടലിൽ രാത്രി മുഴുവൻ താൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന സാഹചര്യത്തിൽ പകൽ വലയിറക്കിയാൽ എങ്ങനെ മീൻ ലഭിക്കുമെന്നുള്ള സംശയം ശിമോൻ പ്രകടിപ്പിച്ചുവെങ്കിലും കർത്താവിനെ അവൻ സമ്പൂർണമായി അനുസരിച്ചു. അവൻ വലയിറക്കിയപ്പോൾ വലയിൽ അകപ്പെട്ട പെരുത്ത മീൻകൂട്ടം നിമിത്തം വല കീറാറായതിനാൽ അടുത്ത പടകിലുള്ള കൂട്ടാളികളുടെ സഹായത്തോടെ 2 പടകുകളും മുങ്ങാറാകുവോളം മീൻ നിറച്ചു. പ്രഭാതത്തിൽ വെറും കൈയോടെ കടലിൽ നിന്ന് മടങ്ങിയ ശിമോൻ ആ സായാഹ്നത്തിൽ മീൻപിടുത്തത്തിന് വീണ്ടും പോകണമെങ്കിൽ ഉറക്കവും വിശ്രമവും ആവശ്യമായിരുന്നു. എന്നാൽ ജനക്കൂട്ടത്തെ ഉപദേശിക്കുവാനായി തന്റെ പടക് കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് ഉറക്കവും വിശ്രമവും ആവശ്യമാണെന്ന് ഒഴികഴിവ് പറയാതെ കർത്താവിന് വേണ്ടി അവ രണ്ടും ത്യജിച്ച് സ്വയം സമർപ്പിച്ചപ്പോൾ അവന്റെ പ്രതീക്ഷകൾക്കപ്പുറമായ മീൻകൂട്ടത്തെ കർത്താവ് അവന് നൽകി. സഹോദരാ, സഹോദരി, സമ്പാദ്യങ്ങൾക്കായി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന നിന്റെ അല്പസമയം കർത്താവ് പലപ്പോഴും നിന്നോട് ചോദിച്ചിട്ടില്ലേ? കർത്താവിന് വേണ്ടി നിന്റെ സമയവും പ്രയത്നവും ഒരല്പമെങ്കിലും നൽകുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിന് ജീവിതത്തിൽ സ്ഥാനം നൽകാതെയുള്ള നിന്റെ അധ്വാനങ്ങൾ കഷ്ടവും ദുഃഖവും നിരാശയുമാണ് വരുത്തിവെക്കുന്നതെന്ന് നീ ഓർമ്മിക്കുമോ? കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വരും വേളയിൽ, സ്നേഹിതർ ബന്ധുക്കൾ മാറിപ്പോകുമ്പോൾ, കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വരും വേളയിൽ, സ്നേഹിതർ ബന്ധുക്കൾ മാറിപ്പോകുമ്പോൾ, യേശുവേ എൻ യേശുവേ വാക്കുമാറാത്ത നീ മാറണച്ചു ചേർത്ത ഞങ്ങളെ. യേശുവേ എൻ യേശുവേ വാക്കുമാറാത്ത നീ മാറണച്ചു ചേർത്ത ഞങ്ങളെ. യേശുവേ എൻ യേശുവേ നീ മാറിടല്ലേ, മാറയാകു നീ മരു യാത്രയിൽ. മേഘമായി പകലിലും അഗ്നിയായി രാവിലും അനുദിനം വഴി നടത്തുക.